ഡീസൻറ്റ് ആക്ഷൻ എൻ്റർടൈനർ അவ்வளோதான். കുഴപ്പമില്ല, കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഉള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒന്നും അത്ര അങ്ങോട്ട് വന്നില്ല. ലൈക്ക് പറയാനായിട്ടാണെങ്കിൽ പോരാ, എനിക്കിഷ്ടപ്പെട്ടില്ല. ഭ്രാന്ത ഈ പടം ഉറങ്ങാതെ കാണാനാണ് യഥാർത്ഥ ഹീറോ. ആൾ ടൈം ബെസ്റ്റ്. ஃபஸ்ட் ஹாஃப் கொஞ்சம் லேகாக இருந்தது எனக்கு. அதாவது அந்த டெஃபினெட்லி இளைய தளபதி தான். யா கேமியோஸு சர்ப்ரைஸாக இருக்குது, பட் நல்லா இருந்தது, டீசெண்டாக இருந்தது. யா ரொம்ப எக்ஸ்பெக்ட் பண்ணுற அளவுக்கு சர்ப்ரைசஸ் இல்லை, ஓகேவாக இருந்துச்சு. டீசெண்ட் ஆக்ஷன் என்டர்டெய்னர் அவ்வளோதான். நல்ல சினிமா இல்லை, ரெண்டும் கொള്ളാം. நல்ல സിനിമ, വിജയുടെ പക്കാ ഫാൻസ് മൂവി, നല്ല സിനിമ, നല്ല പടമാണ്, കിടിലൻ പടം, പടം കൊള്ളാം, നല്ല പടം, അടിപൊളി. ആ ഒരു ബിൽഡപ്പിനനുസരിച്ചുള്ള ക്ലൈമാക്സ് വന്നില്ല. ആക്ഷനൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെറൈറ്റി ഒന്നും വന്നില്ല. ഒരു വൗ ഫാക്ടർ ഒന്നും ഇല്ലായിരുന്നു, സാധാരണ പോലെ അങ്ങ് കഴിഞ്ഞു. കരഞ്ഞു പോയേണ്ട സിനിമ ഉണ്ട്. കുഴപ്പമില്ല, രണ്ടാമത് ഹാഫ് ഓക്കെയാണ്, കുഴപ്പമില്ല, നല്ല ബോറ. ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യാതെയാണ് വന്നത്. ലൈക്ക് ഞാനൊരു വിജയ് ഫാൻ അല്ല, സോ അതുകൊണ്ട് എനിക്ക് ലൈക്ക് ഇദ്ദേഹം ഭയങ്കര വിജയ് ഫാനാണ്, സോ അതുകൊണ്ട് കൂടെ വന്നതാണ്. ലൈക്ക് പറയാനായിട്ടാണെങ്കിൽ പോരാ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, വേറെ ഒന്നും പറയാനില്ല. വെങ്കട് പ്രഭു കുക്ക് ചെയ്ത് വെച്ചിരിക്കും, കുക്കിംഗ്. ഇനി വെങ്കട് പ്രഭു ഇങ്ങനെ ഒരു സിനിമ ഇതിന്റെ ഡബിൾ എടുക്കണം, പൊളിയായിരിക്കും കണ്ട. അളവതി വെച്ച് ഇനി മേലെ അങ്ങനെ എടുത്തു പോലെ സിനിമ ഒരു രക്ഷയില്ല, വെറും പട്ടിപ്പടം. എൻ്റെ അമ്മ, വെങ്കട് പ്രഭു ഫീൽഡ് ഔട്ടായി കിടന്നത് വെങ്കട് പ്രഭുവിനെ വിളിച്ച് വരുത്തി ഫീൽഡ് ഔട്ടാക്കി പറഞ്ഞുകൊണ്ട് ആ അവസ്ഥയിലാണ് ആക്കി വെച്ചത്. എന്താണ് കാണിക്കുന്നത് പറഞ്ഞൂടാ. വില്ലൻ പറഞ്ഞ ഒരു രക്ഷയും ഇല്ല. എൻ്റെ അമ്മ വെറുപ്പിയിരുന്നു. പറയില്ല, വെങ്കട് പ്രഭു കട്ടൻ ചെയ്തിരിക്കുന്നത് സെറ്റ്. വലിയ ടെസ്റ്റ് പറഞ്ഞ അമ്മാതിരി ടെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റ് എവിടെ തിരിഞ്ഞാലും വിജയ്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് വലിച്ച് നീട്ടിക്കളഞ്ഞു, പക്ഷെ കൊള്ളാം വിജയ്. പിന്നെ സിനിമ കൊള്ളാം, സൂപ്പർ സിനിമ. പാട്ടില്ല, കഥ കൊള്ളാം, മനസ്സിൽ. പക്ഷെ ഉള്ളിരുന്ന് കാണണം, ഇടയ്ക്ക് കുറയും കഴിഞ്ഞാൽ തേഞ്ഞ് ഒന്നും മനസ്സിലാവില്ല. രാത്രി 5, 6, 7 വിജയ്, എവിടെ തിരിഞ്ഞാലും വിജയ്. ഓവറോൾ കുഴപ്പമില്ല, ഭയങ്കര എക്സ്പെക്ടേഷന് വരണ്ട. ലേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് അല്ല, എന്നാലും തെറ്റില്ലാത്ത പടമാണ്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, വിജയുടെ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, വിജയുടെ ആക്ടിംഗ് ഉണ്ട്. സ്ക്രിപ്റ്റൊക്കെ കുറേ കൂടെ ബെറ്റർ ആയിരുന്നു. കുറച്ച് സ്റ്റോറി ലൈൻ കുറച്ച് ഇയേഴ്സ്, ഒരു 10 വർഷം മുന്നത്തെ സ്റ്റോറി ലൈനാണ് കുറച്ച്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയാനുള്ളത് മ്യൂസിക്കെല്ലാം നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറിയോഗ്രാഫീസ്, അതുപോലെ ഡാൻസ് കൊറിയോഗ്രാഫി ആയാലും, അതുപോലെ തന്നെ ആർട്ട് ഡയറക്ഷൻ ആയാലും അതെല്ലാം നന്നായിട്ടുണ്ട്, മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. പിന്നെ പൊതുവെ അതൊരു മിക്സ്ഡ് വ്യൂ എന്തായാലും വരും, മിക്സ്ഡ് വ്യൂ വരും. വലിയ കുഴപ്പമില്ലാതെ ഒരു തവണ തിയേറ്ററിൽ നിന്ന് കാണാനുള്ളതുണ്ട്. പക്ഷേ സ്റ്റോറി ഡയറക്ഷൻ അത്ര പോരാ. എല്ലാം പുള്ളി തന്നെ ഏറ്റെടുത്ത് മൊത്തത്തിൽ ചെയ്തതിൻ്റെ ഒരു പാളിച്ച കാണുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കാം. 2024 2014 2014 പോയിക്കൊണ്ടിരിക്കും, ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ല, പഴയ ബോംബ് കഥ. കുറേ ഉണ്ട്. വിജയുടെ ഫാൻസ് ആയിട്ടുള്ളവർക്ക് കണ്ടിരിക്കാം. കുറേ പിന്നെ സർപ്രൈസിങ് എലമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ ക്യാരക്ടേഴ്സ് ഇതിൽ വന്നു പോകുന്നുണ്ട്. നമ്മളത് എവിടെ ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും എന്നുള്ളത്. പിന്നെ വിജയനെ കണ്ടിരിക്കാം, കോമഡി ഉണ്ട്, ഒരു കമേഴ്ഷ്യൽ മൂവിക്ക് വേണ്ട എല്ലാ എലമെൻറ്റ്സും ഉണ്ട്. ഒരു 100% ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നു, പക്ഷേ എനിക്ക് കിട്ടിയത് ഒരു 80% ആണ്. പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സ്വന്തം നാട്ടിൽ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അവിടെ അത് കാണാനുള്ള ഇതും, പക്ഷെ എന്നാലും അതും ഒരു VFX എഫക്റ്റ് പോലെ എടുത്താൽ മതിയായിരുന്നു എന്നൊരു ഫീൽ. പിന്നെ നല്ല സ്റ്റോറി അത്യാവശ്യം കൊള്ളാം. യൂഷ്വൽ ക്ലീഷേ ആണെങ്കിലും ഓക്കെ, ഫൈൻ എന്നുള്ള രീതിയിലായിരുന്നു.